KSSന്റെ പ്രസിഡന്റ് ഓന് അവാർഡ് കൊടുത്തിക്കില്ല. KSSന്റെ പ്രസിഡന്റ് ഓന് അവാർഡ് കൊടുത്തിക്കില്ലേ? അങ്ങനത്തെ ചെക്കനാ ഇപ്പൊ ലഹരി കടിമയായിട്ട് ഇങ്ങനെ കൊടുവാളും വരുവാളും എല്ലാം ആയിട്ട് ബയ്യെന്നാൽ പായുവാ പൈസക്ക്. +2 വരെ ഒരു കുഴപ്പമില്ലേനും കേട്ടാ, ഒരു കുഴപ്പമില്ലേനും. +2 വരെ ചെറിയോന് SSLCക്ക് A+, ഫുൾ A+. അന്നേരം ഞാനെല്ലാം സന്തോഷിച്ച്. പിന്നെ ഓന്റെ അമ്മ സുമതി 4ാം ക്ലാസ് മുതൽ തുടങ്ങിയതാടാ നീ എഞ്ചിനീയർ ആവണേ. നമ്മളെ കുടുംബത്തിൽ കുറെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഉണ്ട്. നീ എഞ്ചിനീയർ ആവണേ. ചെക്കനൊരു സ്വൈരം കൊടുക്കൂല. സ്കൂളിൽ വിട്ട് വന്ന് കളിക്കാൻ പോവാൻ സമ്മതിക്കൂല. പിള്ളേർ മുഴുവൻ മഷൽ ചെത്തി ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഇവനുണ്ടാവും ഹോംവർക്ക് ചെയ്യും. രാത്രി 7 വരെ ഹോംവർക്കാ, ചായന്റെ ഹോംവർക്ക്. ഞാൻ പറയും സുമതിയെ ഇങ്ങനെ ചെക്കനെ കഷ്ടപ്പെടുത്തല്ല. എന്താ പറയുന്നേ? ചെക്കൻ എഞ്ചിനീയർ ആവണ്ടല്ലേ എന്നാ ഓള്. ചെക്കന്റെ അച്ഛൻ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഭാര്യക്കൊണ്ടിരുന്ന പണിയൊന്നുമല്ല. ആടെ നിർമ്മാണ പണിയാ. അയ്യോ അയക്കുന്ന പൈസ കൊണ്ടാണ് ഈ ചെക്കനെ പഠിപ്പിച്ച്. ചെക്കൻ മറ്റ് ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾക്ക് അറിയാം. ചെക്കൻ പാട്ട് പാടും, ചെക്കൻ നാടകത്തിലേക്കും. ഒന്നിനും പോറ് മാർക്ക് മേടിക്കുക. എങ്ങനെ ചെക്കനെ മാനസികമായിട്ട് പീഡിപ്പിച്ചത്? നിങ്ങളല്ലേ നിങ്ങളെ മക്കളെ അങ്ങനെ പഠിപ്പിക്കല്? നിങ്ങളെ മക്കളിൽ അങ്ങനെ പഠിപ്പിക്കല്? എന്ത് പറഞ്ഞാലും അവളോട് ഒന്നും നടക്കൂല. ഞാൻ പിന്നെ ഒഴിഞ്ഞാൽ ഒരു ദിവസം ചെക്കൻ വന്നിട്ട് പറഞ്ഞ്, അമ്മേ ഞാളിന്ന് ഫീസ് അളവിന് വേണ്ടി സമരം നടത്തിക്കും. എന്റെ അമ്മേ ഓളൊട്ട കോമരളകും പോലെ. സമരം ചെയ്യാനല്ല ഇതിനെ പറഞ്ഞേക്കുന്നത്. സമരം ചെയ്യാനല്ല, നീ സ്കൂളിൽ പോയിട്ട് പഠിക്കണം. സമരം ചെയ്യുന്ന തെണ്ടിപ്പിള്ളേർ സമരം ചെയ്തോട്ടെ. ഇങ്ങനെ നമ്മളെല്ലാം പഠിച്ച കൂട്ടുകൂടണം, സമൂഹത്തെ കൂട്ടുകൂടണം. അഴിമതിക്കെതിരെ മറ്റ് അസംതൃപ്തിക്കെതിരെ പ്രതികരിക്കണം. ഇങ്ങനെയല്ലേ നമ്മളെല്ലാം വളർന്ന്. അത് തൊടാൻ പാടില്ല, ഒന്നും പാടില്ല. ഞാനൊരു ദിവസം ഇപ്പറിഞ്ഞതിന്റെ തൊട്ട് ഒരു ദിവസം ഒരു ജാഥയിൽ പോയി. നമ്മൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവളെങ്ങനെയോ അറിഞ്ഞുപോയി. എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്നു മുതൽ നിങ്ങൾ അടങ്ങി ഇവിടെ കുത്തിട്ട് വേണം. ഇതൊന്നും തറവാട്ടുകാർക്ക് പറ്റിയ പണിയല്ല. സാമൂഹ്യ പ്രവർത്തനം തറവാട്ടുകാർക്ക് പറ്റിയ പണിയല്ല. ഞാൻ പിന്നെ ഒന്നിനും പോയിട്ടില്ല. നമുക്കെന്ത് പറയാനാ? ഇപ്പോ +2 കഴിഞ്ഞേരെ ചെക്കന എഞ്ചിനീയറിംഗിന് പറഞ്ഞ ചേടാ കോയമ്പത്തൂർ. ചെക്കൻ എന്നോട് പറഞ്ഞ്, അച്ചാച്ച എനിക്ക് എങ്ങനെയെങ്കിലും സിവിൽ പരീക്ഷക്ക് പോകണം. എനിക്ക് ഇതൊന്നും എഞ്ചിനീയറും ഡോക്ടറും ആവാൻ കഴിയല്ല. എനിക്ക് സിവിൽ സർവീസിലാ പോകേണ്ടത്. ഓളോട് മിണ്ടിക്കൂടാ. ഓൾ പറഞ്ഞു, അതിനല്ല ഞാൻ പഠിപ്പിച്ച എഞ്ചിനീയർ ആയിക്കോട്ടെന്ന് പറഞ്ഞു. ചെക്കന് അങ്ങനെ പോയി ചേർന്ന്, കോയമ്പത്തൂർ പോയി ചേർന്ന് 2 മാസം കഴിഞ്ഞാലും അന്നേരം പറഞ്ഞു, അച്ചാച്ചാ എനിക്കിതൊന്നും മനസ്സിലാക്കില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ ഇതാരോട് പറയാനാ? കുട്ടിയൊക്കെ താങ്ങാൻ പറ്റാത്ത കുട്ടിയൊക്കെ കൊടുക്കാവോ? ചെക്കൻ പിന്നെ ആടുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോ ഓന്റെ കണ്ണ് മുഴുവെല്ലാം മാറി. ഒരു കണ്ണ് കുഴിത്താണ്, എല്ലാം കൂടി ഒരു പ്രേതം പോലെ. ഞാൻ ചോദിച്ചു, ഇതെന്താ മോനെ ഇതെന്താ എനിക്ക്? ഓൻ എന്നാ പിന്നെ അച്ചാച്ചാന്നൊന്നും വിളിക്കുന്നില്ല. അച്ചാച്ചാന്ന് വിളിച്ചിട്ട് 4 മാസമായി. എന്നെ അച്ചാച്ചാന്ന് വിളിച്ചിട്ട് മനസ്സിലാക്കണം. എന്നെ മടിയെ കുത്തിരിഞ്ഞ് വളർന്ന ചെറിയോനാ. ഇപ്പൊ എന്റെ മുഖത്ത് നോക്കുമ്പോ എന്തോ ഒരു പ്രതികാരം പോലെ. അതൊക്കെ ഇടക്കിടക്ക് പറയും, എനിക്ക് 10,000 വേണം. അപ്പൊ ഓള് പറയും, അല്ല മോനെ എനിക്ക് 3 ദിവസം പോലെ 10,000 തന്നെ. എന്ത് വിചാരിച്ചിട്ടാ? എഞ്ചിനീയറിംഗിൽ പഠിപ്പിച്ച പൈസ വെക്ക് വെറുതെ പഠിക്കാൻ പറ്റൂല. അങ്ങനെ ഇവന് കൂട്ടുകാരില്ലാലോ, നാട്ടിലേടെ കൂട്ടുകാരില്ലാലോ. നമ്മള് എന്തെങ്കിലും ഇവന്റെ സ്വഭാവം എന്താന്ന് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ കൂട്ടുകാരില്ല, ആരുമില്ല. അപ്പാട് ഞാനൊരു ദിവസം ഇവന്റെ ആത്തുമെല്ലാം കാര്യം നോക്കും. എന്തെന്നാ ഇവന്റെ മേശപ്പുറത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ചും വേറെ എന്തല്ലോ സാധനം. ഞാൻ ചോദിച്ചു, സുമതിയെ ഇതെന്താ ഇത്? ഓനെന്തോ സൂക്കേടില്ലോ? സുമതി പറഞ്ഞ്, അതെല്ലാം പഠിപ്പിന്റെ ഭാഗം, നിങ്ങളത് നോക്കണ്ട. പഠിപ്പിന്റെ ഭാഗം സിറിഞ്ച് കൊണ്ടാക്കി നിങ്ങളത് നോക്കണ്ട. ഇവൻ വന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ 3-4 മാസത്തേക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല, അടച്ചു കുത്തിരിക്കും, ഒരാളോടും മിണ്ടൂല, വീട്ടിൽ ചായ കൊടുത്താൽ കുടിക്കൂല, ഭക്ഷണം ഇനി വേണ്ട, ഒന്നും വേണ്ട. ചെക്കൻ പ്രേതം പോലെയായി. മിനിഞ്ഞാന്ന് ഇവൻ പറഞ്ഞ് 20,000 ഉറുപ്പ്യ വേണം പറഞ്ഞു. അപ്പൊ ഇവളെന്തോ പറഞ്ഞ പാട് ചെക്കൻ റിമോട്ട് എടുത്തിട്ട് ഒരേറ് TV പൊട്ടിത്തെറിച്ചു പോയി. പിന്നെ ചായ കുടിക്കാൻ കൊടുത്ത് ഗ്ലാസ് എടുത്തിട്ട് ഓളക്കൊള്ളെറിഞ്ഞ് ഓളെ നെറ്റിക്ക് 4 തുന്ന. നിങ്ങൾ കണ്ടിക്കില്ല പോകുന്ന കോപ്പറേറ്റീവില് 4 തുന്ന അവളെ നെറ്റിക്ക് ചെക്കൻ എറിഞ്ഞിട്ട്. മിനിഞ്ഞാന്ന് മുതൽ ചെക്കൻ തുടങ്ങി 25,000 ഉറുപ്പ്യ വെക്കും പറഞ്ഞു. ഇന്ന് രാവിലെ ലാസ്റ്റ് അവധി തന്നതാ ബാങ്കുകാർ പറയുന്നതിന്റെ തൊട്ട്.
ഇത് എഴുതി കൊടുക്കാനാ പെട്ടെന്ന് 25,000 വരുമ്പോ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെക്കൻ ഇന്ന് ഉച്ചക്ക് ഓളക്കുള്ള കൊടുവാളെടുത്ത് പയ്യന്നെ പാഞ്ഞ് ഞാള് പല വൈക്കും ഓടിയിട്ടാന്ന് ഇവിടെ എത്തിയത്. സുമതി ഏതോ കുണ്ടിൽ വീണിക്ക്, ഞാൻ കണ്ടിക്ക് കുണ്ടിൽ വീഴുന്നേ, ഓളെ നെറ്റിക്ക് തുന്നുണ്ട്. ചെക്കനെ കൊണ്ട് ഒരു രക്ഷയില്ല. എന്താ ഇനി നമ്മൾ ചെയ്യാ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, കുട്ടികളെ വളർത്തു ദോഷം തന്നെയാ, പണ്ട പറയുന്ന വളർത്തു ദോഷമല്ല. ഇതെന്താ വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സാധനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ സമ്മർദ്ദം ചെലുത്തുമ്പോ കുട്ടികൾ രക്ഷപ്പെടാനുള്ള വഴി നോക്കും. ആ രക്ഷപ്പെടാനുള്ള വഴിയിൽ ഒരു വയ്യ ലഹരി. കുട്ടികൾ അതിലങ്ങ് അഭയം തേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചെക്കൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളാക്കിയല്ലേ അല്ലേ? നമ്മളെ അമ്മമാരും അച്ഛന്മാരും കൂടിയല്ലേ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്? ലഹരി അങ്ങനെ ഇങ്ങൊന്നും വെറുതെ വന്നിട്ട് അങ്ങ് അടിച്ചേൽപ്പിക്കൂല. കുട്ടികളിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോ കുട്ടികൾ അതിന്റെ എളുപ്പ വഴി നോക്കും. എളുപ്പം നിങ്ങളായാലും നോക്കും. നമ്മള് പല കുടുംബങ്ങളും കയറെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ കയറെടുക്കേണ്ടി വരുന്നത്? ആവശ്യമില്ലാത്ത ലോൺ എടുത്തിട്ടും ആവശ്യമില്ലാത്തത് തലയിലേറ്റി എടുക്കുമ്പോ നമ്മള് കയറെടുക്കലേ രക്ഷയുള്ളൂ. പണ്ടത്തെ പോലെ നമ്മളെ സഹോദരന്മാരോടോ അല്ലെങ്കിൽ അമ്മമാരോടോ സങ്കടം പറയാനില്ല. ഓല് കയ്യിലും വലിയ സങ്കടമുണ്ട്. ഒരു ചെറിയ കഴിവപ്പ അങ്ങനത്തെ ഏട്ടന്റെ മോനോട് പറയാന്ന് പറഞ്ഞപ്പോ എന്റെ ഓളെ പറയാ. എന്തിനാ ഓലെല്ലാം അറിയിക്കുന്നത്? ആരെയും ഒന്നും അറിയിക്കാൻ പാടില്ല, ഒരാളെ ഒന്നും അറിയിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാം സ്വയം താങ്ങി സ്വന്തം കടം പോലും സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷത്തിലല്ലേ നമ്മൾ വളരുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ അവളെന്താ പറയാൻ തരാം? നിങ്ങൾ കഴിഞ്ഞ മാസം നിങ്ങൾ 5,000 കൊണ്ടോട്ടിക്കല്ല, 5,000 കണക്ക് പറയാം. എന്റെ ഓളതാ അടക്കുന്നുണ്ട്. ഓളെന്റെ മുഖത്ത് നോക്കി പറയുന്നത് അങ്ങനെ കഴിഞ്ഞ മാസം കൊണ്ടോട്ടിക്കല്ലോ. നമ്മളെ കടം പറയുമ്പോ നമ്മള് പെങ്ങന്മാർക്ക് കൊടുക്കണ്ടേ, നമ്മളെ എല്ലാവർക്കും കൊടുക്കണ്ടേ? അല്ലാണ്ട് നമ്മൾ മാത്രം ഇവിടുന്ന് ജീവിച്ചിട്ട് അങ്ങ് പോവാന്നാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളെ കൂട്ടുകൂടാൻ സമ്മതിക്കുക. കുട്ടികളെ നിർബന്ധിച്ച് പറഞ്ഞേക്കുക. കൂട്ടുകൂടിയവൻ കൂട്ടം തെറ്റൂല. നമ്മൾ മനസ്സിലാക്കുക.